ഇന്ത്യൻ ട്രാൻസ്ഫർ വിൻഡോ ഇന്നലെ അവസാനിച്ചു. ഏകദേശ ക്ലബ്ബുകളും മികച്ച നീക്കങ്ങൾ നടത്തിയപ്പോൾ ബ്ലാസ്റ്റേഴ്സും അവസാന ദിവസങ്ങളിൽ നിരവധി വമ്പൻ നീക്കങ്ങൾ നടത്തിയതായി റിപ്പോർട്ടുകൾ വന്നിരുന്നു. സോ എത്ര താരങ്ങളെയാണ് ബ്ലാസ്റ്റേഴ്സ് സ്വന്തമാക്കാൻ ശ്രമിച്ചത്, ആ നീക്കങ്ങൾ എന്തൊക്കെയായെന്ന് പരിശോധിക്കാം. ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം 6 താരങ്ങളെയാണ് ബ്ലാസ്റ്റേഴ്സ് സ്വന്തമാക്കാൻ ശ്രമിച്ചത്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞ ഷില്ലോങ് ലജോങ് ക്യാപ്റ്റനും മിഡ്ഫീൽഡറുമായ 27-കാരൻ ഹാർഡി ലോങ്ബ്രയ്ക്ക് പുറമെ ഷില്ലോങ്ങിൽ നിന്ന് തന്നെ 23-കാരനായ യുവ മിഡ്ഫീൽഡർ ഫ്രാങ്കി ബൂമിനെയും ബ്ലാസ്റ്റേഴ്സ് സ്വന്തമാക്കാൻ ശ്രമിച്ചിരുന്നു. കൂടെ തന്നെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ ബംഗളൂരുവിന്റെ 25-കാരനായ യുവ ഡിഫൻഡർ നംഗ്യാൽ ബൂട്ടിയെയും അതുപോലെ 4-മതായി റിയൽ കാശ്മീർ എഫ്സിയുടെ 30-കാരനായ ഡിഫൻസീവ് മിഡ്ഫീൽഡർ കിരൺ പന്തരയെയും ബ്ലാസ്റ്റേഴ്സ് ടാർഗറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. 5-മതായി ബ്ലാസ്റ്റേഴ്സ് സ്വന്തമാക്കാൻ ശ്രമിച്ചിട്ടും ലഭിക്കില്ല എന്നുറപ്പായ നീക്കമായിരുന്നു പഞ്ചാബ് എഫ്സിയുടെ ഡിഫൻഡറായ 23-കാരൻ നിഖിൽ പ്രഭുവിനായുള്ള നീക്കം. പഞ്ചാബിന്റെ മെയിൻ താരങ്ങളിൽ ഒരാളായ നിഖിലിനെ ബ്ലാസ്റ്റേഴ്സ് 80 ലക്ഷത്തോളം ട്രാൻസ്ഫർ ഫീ നൽകാൻ തയ്യാറാണെന്ന് അറിയിച്ചിട്ടും പഞ്ചാബ് എഫ്സി അവരുടെ മെയിൻ താരമായതിനാൽ ബ്ലാസ്റ്റേഴ്സിന്റെ ഓഫർ റിജക്ട് ചെയ്യുകയായിരുന്നു. മറ്റുള്ള ടീമുകൾക്ക് എത്ര പൈസ കിട്ടിയാലും അവരുടെ മെയിൻ താരത്തെ വിൽക്കാൻ തയ്യാറാവുന്നില്ല. എന്നാൽ ബ്ലാസ്റ്റേഴ്സ് നല്ല ക്യാഷ് കിട്ടുമെന്ന് കണ്ടപ്പോൾ മെയിൻ താരങ്ങളെ പോലും വിറ്റ് കാശാക്കി ഇപ്പോൾ ആ വിടവ് നികത്താൻ കഷ്ടപ്പെടുന്നു. ഡിഫൻസീവ് മിഡ്ഫീൽഡറായും നിലവിൽ പഞ്ചാബ് എഫ്സിയിൽ മികച്ച കളി കാഴ്ചവെക്കുന്ന യുവതാരത്തെ ബ്ലാസ്റ്റേഴ്സിന് ലഭിച്ചെങ്കിൽ മിഡ്ഫീൽഡിൽ ഡിഫൻസിലും നല്ലൊരു ഓപ്ഷൻ ആകുമായിരുന്നു. പക്ഷേ എത്ര പൈസ കിട്ടിയാലും പഞ്ചാബ് താരത്തെ കൊടുക്കാൻ തയ്യാറല്ല. 6-മതായി താരത്തിന്റെ പേര് പുറത്തു വന്നിട്ടില്ലെങ്കിലും ബ്ലാസ്റ്റേഴ്സ് കുറച്ചു ദിവസമായി ഒരു ഡിഫൻസീവ് മിഡ്ഫീൽഡറിന്റെ പുറകെയായിരുന്നുവെന്നും ഒടുവിൽ ഇന്നലെ രാത്രിയോടെ താരത്തിന്റെ ക്ലബ്ബുമായി ട്രാൻസ്ഫർ ഫീയിലും ധാരണയായിട്ടും ബ്ലാസ്റ്റേഴ്സ് ഒടുവിൽ പിന്മാറുകയായിരുന്നു എന്നാണ് റിപ്പോർട്ട്. എന്താണ് കാരണമെന്ന് വ്യക്തമല്ല. നമ്മൾ ടോട്ടൽ പറഞ്ഞ 6 താരങ്ങളിൽ ബാക്കിയുള്ള 4 താരങ്ങളുടെ ട്രാൻസ്ഫർ നീക്കങ്ങളിൽ ഫൈനൽ സ്റ്റേജ് എന്താണെന്ന് ഇതുവരെ പുറത്തു വന്നിട്ടില്ല. സോ എന്തായെന്ന് ദൈവത്തിനറിയാം. പ്രത്യേകിച്ച് വലിയ പ്രതീക്ഷയൊന്നും കൊടുക്കേണ്ടതില്ല. നമുക്ക് ചേസ് ചെയ്യാനല്ലേ അറിയുള്ളൂ, സൈൻ ചെയ്യാൻ അറിയില്ലല്ലോ. വീഡിയോയുടെ അവസാനിക്കുന്നു. കൂടുതൽ കേരള ബ്ലാസ്റ്റേഴ്സ് ISL വാർത്തകളുമായി അടുത്ത വീഡിയോയിൽ കാണാം.